പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില കോളുകൾ വന്നതാണ്. നിങ്ങൾ എന്താണ് ഈ ചില കാര്യങ്ങൾ, നിങ്ങളെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാത്തതെന്ന് ചോദിച്ചിട്ട്. സംഭവം സിമ്പിളാണ്. യൂണിവേഴ്സിറ്റിയിൽ RSS അനുകൂല സംഘടന, ഏതൊരു സംഘടന നടത്തുന്ന ഒരു പരിപാടിയിൽ അവർ കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഒരു ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ച് മാലയിട്ട് വെച്ചിരുന്നു. സെനറ്റ് ഹാളിലാണ്. അപ്പോൾ അവിടെ അത് വെക്കാൻ പാടില്ല, അത് യൂണിവേഴ്സിറ്റിയാണ്, അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിഭാഗങ്ങൾ, SFI അടക്കമുള്ള, കോൺഗ്രസ് അടക്കമുള്ള രണ്ടെണ്ണം തോന്നുന്നുണ്ട്, ആരൊക്കെ എന്തായാലും കുറച്ച് ആൾക്കാർ അതിനെ എതിർത്തുകൊണ്ട് അത് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ശക്തമായി വാദിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടു. എന്താ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ട്. അത് സെനറ്റ് ഹാള് ഈ പറഞ്ഞ സംഘടന വാടകയ്ക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടി അവർ പരിപാടി നടത്താൻ വേണ്ടി എടുത്തിട്ടോ RSS അനുകൂല സംഘടനയുടെ പരിപാടിയാണ് അവിടെ നടക്കുന്നതെങ്കിൽ അതിന് ഭാരതാംബയുടെ പിന്നെ ചിത്രം, അവരെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം തന്നെയാണ് അവിടെ വെക്കേണ്ടത്. അല്ലാതെ വേറെ ആരുടെയും കൂടിയല്ല. ദേശീയ പതാക പോലെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റൂല, വേറെ ഒന്നും വെക്കാൻ പറ്റൂല. ഒന്നിന്റെ ആവശ്യവുമില്ല. ഇപ്പൊ ഒരു RSSന്റെ ഒരു ഹാള് വേണ്ട, ഇപ്പൊ മാരാർജി ഭവനിലെ ഹാള് ഒരു മുസ്ലിം സംഘടന വാടകയ്ക്ക് എടുത്തു കൂട്ട്. മാരാർജി ഭവനിലെ മീറ്റിംഗ് ഹാള് ആ പരിസരത്തുനിന്നും വേറെ മീറ്റിംഗ് ഹാള് കൊള്ളാവുന്ന ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു മാരാർജി ഭവനിലെ ഒരു മീറ്റിംഗ് ഹാള് ഒരു മുസ്ലിം സംഘടന ജമാഅത്തെ ഇസ്ലാമി വാടകയ്ക്ക് എടുത്തു കൂട്ടും. കൊടുക്കില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാം കൊടുക്കാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം. ജമാഅത്തെ ഇസ്ലാമി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം അല്ല വെക്കണം. അവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ, അവിടെ മൗദൂദിന്റെ മറ്റാരുടെ എന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോയൊക്കെ കൊണ്ടുവച്ചിട്ടായിരിക്കും അവർ പരിപാടി നടത്തുന്നത്. അതിന് തടയാനൊന്നും പറ്റൂല. ഇത് BJP മന്ദിരമാണ്, അതുകൊണ്ട് നിങ്ങൾ മൗദൂദിന്റെ പടം കയറ്റാൻ പറ്റില്ല. അവർക്ക് വാടക കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെക്കും, സ്വാഭാവികമാണ്. അതിനൊരു പള്ളീന്റെ ഒരു ഓഡിറ്റോറിയം, മുസ്ലിം പള്ളികൾക്ക് കണ്ടമാനം ഓഡിറ്റോറിയം ഉണ്ട്, പല ഭാഗങ്ങളിലും ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയം ഒരു ഹിന്ദു വിഭാഗം അവരുടെ കല്യാണം നടത്താൻ വേണ്ടി വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹിന്ദു മതാചാര പ്രകാരമുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുക. അവിടെ കൊട്ടുണ്ടാവും, ഊത്തുണ്ടാവും, താലികെട്ടുണ്ടാവും, മാലട്ടാവും, PP വിളി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ മന്ത്രോച്ചാരണങ്ങളൊക്കെ ഉണ്ടാവും വാടക കൊടുത്തു കഴിഞ്ഞ്. കാരണം അവരുടെ ആ വിവാഹത്തിന് എന്തൊക്കെയാണ് അവരുടെ ആചാരങ്ങൾ അത് അവിടെ നടത്തും. അതിൽ പള്ളി കമ്മിറ്റി ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ ഹിന്ദുക്കൾക്ക് കല്യാണം നടത്താൻ കൊടുക്കില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. ഇനി ക്ഷേത്രത്തിന്റെ ഒരു ഓഡിറ്റോറിയം എടുത്തുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ അവിടെ കുനൂത്ത് ഓതലും അല്ലെങ്കിൽ അവിടെ കുത്തുബ ഓതലും ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പാരായണം ഉണ്ടാവും, അവിടെ നിക്കാഹ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നല്ല ബിരിയാണി വെച്ചുകൊണ്ട് ചിലപ്പോൾ സദ്യ ഉണ്ടാവും ഓഡിറ്റോറിയത്തിനുള്ളിൽ. അതുകൊണ്ട് ഇവിടെ മാംസം കയറ്റാൻ പറ്റൂല, ഇവിടെ നിങ്ങൾ ഖുർആൻ ഓതാൻ പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അതും നടക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ സെനറ്റ് ഹാള് RSSന്റെ അനുകൂല സംഘടനയാണ് അവിടെ പരിപാടി നടത്തിയതെന്ന് എനിക്കറിയില്ല, ഞാനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാര്യം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ വിവാദമുണ്ടാക്കി ഇവിടെ ഉള്ളവരെ തമ്മിലടിപ്പിച്ച് അകത്ത് മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും വെറുതെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്നത് കേരളത്തിലുള്ളവരെ ചീഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ മിക്കവാറും അങ്ങനെയാണ്. അവർക്കാണ് ജനങ്ങളെ ഇങ്ങനെ തമ്മിലടുപ്പിക്കല്. കേരളത്തിന്റെ പുറത്തൊന്നുമില്ല. ഞാനൊരു 4 ദിവസം ഗോവയിലുണ്ടായിരുന്നു. BJP ആണ് അവിടെ ഭരിക്കുന്നത്. അവിടെ DYFIക്കാരായാലും CPMകാരായാലും BJPക്കാരായാലും കോൺഗ്രസ്സുകാരായാലും മുസ്ലിംകാരായാലും അവിടെ ആരും കച്ചറുണ്ടാക്കാൻ പറ്റും. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നത്. ഇവിടെ കുറെ എണ്ണത്തിന് മാത്രമാണ് ഇങ്ങനെ പിരിവിരിയുള്ളത്. അത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ ഇത്തരം സംസാരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. വടക്കേ ഇന്ത്യയിലോ മറ്റും പ്രദേശത്തും ഒക്കെ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് ഇവിടെ. അവിടെ എത്തുമ്പോൾ ഒന്നുമില്ല. മംഗലാപുരത്ത് ഭയങ്കര പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ അതൊരു പ്രശ്നമേ അല്ല, ഇവിടെ പ്രചരിച്ച പോലെയല്ല കാര്യങ്ങൾ. ബാംഗ്ലൂരിൽ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസ് ബാംഗ്ലൂരാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവിടെ പ്രചരിക്കുന്ന പോലെയല്ല അവിടെ കാര്യങ്ങൾ. അതുപോലെയാണ്. അപ്പൊ കേരളത്തിലെ ഈ ചീഞ്ഞ സ്വഭാവം കൊണ്ട് ഇവിടെ പറയുന്നൊന്നും വില കിട്ടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരം സംഭവങ്ങളെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതാണ് അതിന്റെ കാരണം. ഒരു വാർത്തയാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത്, ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ആരാണ്, നമ്മുടെ കർമ്മങ്ങൾ അവിടെ നടത്തും. അതിന് പറ്റുന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റോറിയം കൊടുത്താൽ മതി. ഇനി യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രോഗ്രാമായി നടത്തി, യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രോഗ്രാം സെനറ്റ് ഹാളിൽ അവർ നടത്തിയതിന് ശേഷം അവിടെ RSS ഒരു ഭാരതാംബയുടെ ഒരു ചിത്രം കൊണ്ടുവച്ചതാണ്, കാവിക്കൊടി ഏന്തിയ ഒരു ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവച്ചതാണ്. അത് RSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയല്ല. അവർ അതിന്റെ അടുത്ത് അല്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നീക്കം ചെയ്യണം. ഇതാണ് എന്റെ അഭിപ്രായം. Different angles. Don't forget to subscribe and support this channel.